ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. സിനിമാ പ്രേമികൾക്ക് പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഈ ആഴ്ച തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലുമായി റിലീസ് ചെയ്ത മലയാള സിനിമകളെക്കുറിച്ചുള്ള വിശദമായ ഒരു നിരൂപണമാണ്, ഒരു റിവ്യൂ ആണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഓഗസ്റ്റ് 8, 2025 വെള്ളിയാഴ്ച മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു. തിയേറ്ററുകളിലേക്ക് ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേക്ഷകർക്കും വീട്ടിലിരുന്ന് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ദിവസം ചില മികച്ച കാഴ്ചാനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഈ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടതിനെക്കുറിച്ച് സംസാരിക്കാം. ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്ത സാഹസം എന്ന സിനിമയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നരേൻ, ബാബു ആൻ്റണി, ഗൗരിജി കിഷൻ, റംസാൻ മുഹമ്മദ് തുടങ്ങിയ വലിയൊരു താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. സിനിമയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു സാധാരണ സാഹസിക കഥയല്ല, മറിച്ച് ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഒരു ആകസ്മിക കോമഡി ഡ്രാമയാണ് എന്നാണ് പറയേണ്ടത്. സാധാരണക്കാരായ ഒരു യുവ ദമ്പതികളുടെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. അവർക്ക് വളരെ അത്യാവശ്യമായി ഒരു വലിയ തുക കണ്ടെത്തേണ്ടി വരികയും അതിനുവേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളും അത് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ആദ്യ പകുതിയിൽ നർമ്മത്തിൻ്റെ മേമ്പടിയോടെ അവതരിപ്പിക്കുന്നത്. ഇതിനിടയിൽ നരേൻ അവതരിപ്പിക്കുന്ന അഹങ്കാരിയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദയുള്ളവനുമായ ഒരു പോലീസ് ഓഫീസർ രാജീവ് നമ്പ്യാർ എന്ന കഥാപാത്രം കടന്നു വരുന്നതോടെ സിനിമ കൂടുതൽ രസകരമാകുന്നു. നായകനെയും നായികയെയും പോലെ തന്നെ ഈ പോലീസുകാരനും പ്രശ്നങ്ങളിൽ അകപ്പെടുകയും അത് കാഴ്ചക്കാരിൽ ചിരി ഉണർത്തുകയും ചെയ്യുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അതിൻ്റെ തിരക്കഥയും സംഭാഷണങ്ങളുമാണ്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ അമ്പരപ്പുകളും ഭയവും നിസ്സഹായതയും വളരെ നർമ്മത്തിൽ അവതരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നരേൻ ഒരു പോലീസ് ഓഫീസറുടെ റോളിൽ ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോമഡി ടൈമിങ് തിയേറ്ററുകളിൽ ചിരിയുടെ അലകൾ തീർത്തു എന്ന് പറയാം. ബാബു ആൻ്റണി ഒരു കള്ളൻ്റെ വേഷത്തിൽ വന്ന് അപ്രതീക്ഷിതമായി നായകനോട് കൂട്ടുകൂടുന്ന രംഗങ്ങളും വളരെ രസകരമാണ്. പഴയകാല ആക്ഷൻ ഹീറോ ഇമേജിൽ നിന്ന് മാറി ഒരു കോമഡി റോളിൽ അദ്ദേഹം നന്നായി ഇണങ്ങി എന്ന് വേണം പറയാൻ. യുവതാരങ്ങളായ റംസാൻ, ഗൗരിജി കിഷൻ എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. എന്നാൽ സിനിമയ്ക്ക് ചില പോരായ്മകളുണ്ട്. സിനിമയുടെ ആദ്യ പകുതി അല്പം വേഗത കുറഞ്ഞതായി അനുഭവപ്പെടാം. കഥയെ അവതരിപ്പിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. കൂടാതെ പ്രധാന കഥാപാത്രങ്ങളുടെ പിന്നിലെ കഥകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോകാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന നിലയിൽ സാഹസം ഒരു മികച്ച സിനിമയാണ്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഉണ്ടാകുന്ന ട്വിസ്റ്റുകളും സംഘടന രംഗങ്ങളിലെ കോമഡിയും പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നതാണ്. മൊത്തത്തിൽ ഒരു വലിയ പ്രതീക്ഷകളില്ലാതെ പോയി കണ്ടാൽ കുടുംബസമേതം ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണിത്. അടുത്തതായി നമുക്ക് OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത സിനിമകളിലേക്ക് കടക്കാം. ഈ ആഴ്ച OTTയിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളിലൊന്ന് നടികർ ആണ്. ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ലെങ്കിലും OTT റിലീസിന് ശേഷം ഈ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൂപ്പർ താരത്തിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രത്തെയാണ് ടൊവിനോ തോമസ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ലോകത്തിലെ ഗ്ലാമറിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഈഗോ, അഹങ്കാരം, പരാജയഭീതി തുടങ്ങിയ വികാരങ്ങളെക്കുറിച്ച് സിനിമ ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് സൂപ്പർ താരമായിരുന്ന ഡേവിഡ് പടിക്കലിന് തൻ്റെ സിനിമകൾ തുടർച്ചയായി പരാജയപ്പെടുന്നതോടെ തൻ്റെ അഭിനയത്തെക്കുറിച്ച് സംശയം തോന്നുകയും ഇതോടെ അയാൾ സൗബിൻ ഷാഹിർ അവതരിപ്പിക്കുന്ന ഒരു ആക്ടിംഗ് കോച്ചിൻ്റെ സഹായം തേടുന്നു. തുടർന്ന് അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് സിനിമയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി ടൊവിനോ തോമസിൻ്റെ പ്രകടനമാണ്. ഡേവിഡ് പടിക്കലിൻ്റെ നിസ്സഹായത, അഹങ്കാരം, മാനസിക സംഘർഷങ്ങൾ എന്നിവയെല്ലാം ടൊവിനോ തോമസ് വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു നടൻ്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും സ്പർശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വേണം പറയാൻ. സൗബിൻ ഷാഹിറിൻ്റെ കഥാപാത്രവും വളരെ ശക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. തമാശയും ഗൗരവവും ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന ഒരു റോളിൽ അദ്ദേഹം തിളങ്ങി.
ഭാവന, ദിവ്യപിള്ള, സുരേഷ് കൃഷ്ണ തുടങ്ങിയ മറ്റ് അഭിനേതാക്കളും തങ്ങളുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. സംവിധായകൻ ലാൽ ജൂനിയർ സിനിമാ ലോകത്തിൻ്റെ അകക്കാഴ്ചകൾ വളരെ സത്യസന്ധമായി അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തിരക്കഥ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അതിന് പൂർണ്ണതയിലെത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഒരു താരത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കഥ എന്ന നിലയിൽ നടികർ ഒരു മികച്ച സിനിമയാണ്. തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്ക് ലഭിക്കാതെ പോയ അംഗീകാരം OTTയിൽ ഈ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. സിനിമയുടെ ലോകത്തെക്കുറിച്ചും ഒരു നടൻ്റെ ജീവിതത്തിലെ സംഘർഷങ്ങളെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നടികർ ഒരു മികച്ച കാഴ്ചാനുഭവമായിരിക്കും. കൂടാതെ ഈ ആഴ്ച OTTയിൽ മറ്റു ചില മലയാള സിനിമകളും റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന പടം. ജൂണിൽ തിയേറ്ററുകളിലെത്തിയ ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒരു മരണവീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ അവതരിപ്പിച്ച ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നല്ല പ്രതികരണമായിരുന്നു ലഭിച്ചത്. അനശ്വര രാജൻ, സിജു സണ്ണി, ബൈജു സന്തോഷ് തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം കുടുംബത്തോടൊപ്പം കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ഈ ആഴ്ചയിലെ റിലീസുകളെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ തിയേറ്ററുകളിൽ ഒരു കൊമേഴ്സ്യൽ ഹിറ്റ് ലക്ഷ്യമിട്ടാണ് സാഹസം എത്തിയിരിക്കുന്നതെങ്കിൽ നടികർ എന്ന സിനിമ ഒരു ആഴത്തിലുള്ള വിഷയത്തെയാണ് സമീപിച്ചിരിക്കുന്നത്. വ്യത്യസ്ത അഭിരുചികളുള്ള പ്രേക്ഷകർക്ക് തിരഞ്ഞെടുക്കാൻ ഈ ആഴ്ചയിൽ മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. മറ്റൊരു ശ്രദ്ധേയമായ OTT റിലീസാണ് മനസാ വാച. റിലീസിനായി കാത്തിരിക്കുന്ന ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിലെത്തിയിരിക്കുകയാണ്. നർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കൊമേഴ്സ്യൽ എൻ്റർടൈനറാണ് ഈ സിനിമ. യുവാക്കളെ ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. പുതിയ കാല സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഒരു മികച്ച കാഴ്ചാനുഭവമായിരിക്കും. ഈ ആഴ്ചയിലെ തിയേറ്റർ റിലീസുകളും OTT പ്ലാറ്റ്ഫോമിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. OTT പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ അധികം ശ്രദ്ധ നേടാതെ പോയ പല ചിത്രങ്ങളും OTT പ്ലാറ്റ്ഫോമിൽ മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടുന്നു എന്നുള്ളതാണ്. ഇത് സംവിധായകർക്കും പ്രൊഡ്യൂസർക്കും മറ്റ് എല്ലാവർക്കും ഒരു നല്ല ഗുണമാണ് ചെയ്യുന്നത്. കാരണം അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പടം നിർമ്മിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഒരു പടം പുറത്തിറങ്ങുന്നത്. അത് തിയേറ്ററുകളിൽ ഹിറ്റായില്ലെങ്കിൽ മുമ്പ് അത് പെട്ടിയിലിരുന്ന് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്താനും പ്രേക്ഷകരുടെ അഭിരുചികളനുസരിച്ച് സിനിമ സെലക്ട് ചെയ്യാനുമൊക്കെ വളരെ എളുപ്പമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർമാരുടെ പണം നഷ്ടമാകുന്നില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് മുടക്കുമുതലെങ്കിലും തിരികെ പിടിക്കാനാകും എന്ന പ്രതീക്ഷയോടെയാണ് OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അഭിരുചിക്കനുസരിച്ചുള്ള മലയാള ചലച്ചിത്രങ്ങളും അന്യഭാഷാ ചലച്ചിത്രങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ ആഴ്ചത്തെ സിനിമ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.